ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നിലമ്പൂർ പോണ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. അപ്പോൾ നിലമ്പൂരുള്ളത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി വരാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അവിടെ ഒരു 3:30 എത്തിയത്. അപ്പോൾ വിശന്നിട്ട് വേഗം ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരിച്ചിരുന്ന് അവരോട് പോവാന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് തീരുമാനം മാറ്റിയത് വീട്ടിലേക്കല്ല ഊട്ടിക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നാടുകാണി ചുരം കയറുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ ചുരം കയറി കഴിഞ്ഞ് ടീ ടൈം ആയപ്പോൾ ഒരു ചായ സ്നാക്സും കഴിക്കാൻ വേണ്ടിയിട്ട് ടീ ഷോപ്പ് കയറിയിരുന്നിട്ട് ഞങ്ങൾ അവിടെ ഊട്ടിയിലെത്തിയപ്പോഴേക്കും നേരെ ഇരുട്ടിയിരുന്നു. അപ്പോൾ രാത്രി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്നൊരു റൂം എടുത്തിട്ട് ഞങ്ങൾ നിന്ന് അവിടെ സ്റ്റേ ആക്കി. അങ്ങനെ പിറ്റേന്ന് മോർണിംഗ് റൂം വെക്കേറ്റ് ചെയ്ത് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ നിന്ന ഒരു പ്ലേസ്. റൂമിനടുത്തുള്ള നല്ലൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ ഗിന്നക്കോര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് നെക്സ്റ്റ് ലൊക്കേഷന്. അപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് ഇനിയൊരു ലൊക്കേഷൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാട്ടോ. റീൽസിലൊക്കെ കണ്ടതാണ് ഈ ഗിന്നക്കോര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ്. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ റോസ് ഗാർഡനും അതേപോലെ പാർക്കുകളിലൊക്കെ അല്ലേ പോകാറുള്ളത് ഊട്ടിയിൽ വന്നാൽ. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചു. ഈ ഗിന്നക്കോര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലേക്ക് ഊട്ടിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ ഊട്ടിയിൽ നിന്ന് ഗിന്നക്കോര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു റൂട്ടാണ് ഏറ്റവും ഭംഗിയായിട്ട് കണ്ട് ആസ്വദിച്ച് നമുക്ക് അവിടെ 50 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബോറടി ഇല്ലാതെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അവിടെ എത്താൻ സാധിക്കും. അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടാണ് ഏറ്റവും ഗിന്നക്കോരയ്ക്ക് പോകുമ്പോഴുള്ള റൂട്ടിലുള്ള കോടമഞ്ഞും റോഡ് സൈഡിലൊക്കെ കാണുന്ന കാട്ടുപോത്തുകളും ഇടയ്ക്കിടയ്ക്കുള്ള വ്യൂ പോയിൻറ്റ്സുകളൊക്കെ ഉണ്ട് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ എൻഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഊട്ടിയിലേക്ക് തന്നെ ഊട്ടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ